ബാക്ക് ടു വീഡിയോ. ഇത് നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ എടുക്കാൻ പോണ ബ്ലോഗാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലല്ല ഉള്ളത്. ഞാൻ ഇപ്പോൾ എൻ്റെ അമ്മ വീട്ടിലാണ് ഉള്ളത്. ഇവിടെ പശു പോത്തൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചാൽ ഇപ്പോൾ ഒരു പശുക്കുട്ടി ഉണ്ട് കണ്ടോ. ഭയങ്കര പേടിയാണ്. കുറച്ച് നേരമായിട്ടുള്ള വന്നിട്ട് അതാണ് ഇത് ഫേമസ് ഔട്ട് നാളെ ഇവിടെ. പിന്നെ ഇതിൻ്റെ കളറ് കണ്ട നല്ല അടിപൊളിയല്ലേ കണ്ട. ഇവിടെ ഇങ്ങനെ വെള്ള ഡിസൈനിങ് പോലെ അടിപൊളി ചെക്കനാണ്. എന്താണെന്നോ ഭയങ്കര കുറുമ്പനാണ് ആള്. അവന് ഭയങ്കര പേടിയുണ്ട്. അതാണ് പ്രശ്നം. ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുണ്ട്. ഭയങ്കര പേടിയാണ്. പിന്നെ അവൻ്റെ ഇവിടെ കണ്ട ഗീസ് കണ്ട. അതിൻ്റെ ഇവിടെ കണ്ട ഇവിടെ കണ്ട ഒരു വെള്ള മറുക് പോലെയാണ്. അതങ്ങനെ വരുന്ന ഭാഗ്യമുള്ള പശുക്കൊക്കെയാണ്. നല്ല അടിപൊളി കുട്ടൻ. പിന്നെ ഈ ഏറ്റവും നല്ല ഇവിടെ 4 പശുവും ഒരു പോത്തുമാണുള്ളത്. ഞാൻ പോത്തിനെ കാണിച്ചു തരാം. ഫസ്റ്റ് ഇവൻ്റെ അപ്ഡേഷനൊക്കെ കഴിയാം. പിന്നെ നമ്മളെ ചെക്കന് പൊളിയാണ്, പറയാനല്ലോ. അടിപൊളി അടിപൊളി ചെക്കൻ അടിപൊളി അല്ലേ. പിന്നെ ഇവനിപ്പോൾ എന്ത് പേരിട്ടെന്നറിയില്ല. എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. നമ്മൾ എന്തെങ്കിലും പേര് പറഞ്ഞ് ഏത് പേരാണ് ചേരുന്നത് ചേർച്ചുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൽ ഒരു പേര് തിരഞ്ഞെടുത്ത് ഞാൻ ഇവന് ഇടുന്നതായിരിക്കും. ഓക്കെ. ഇനി ഞാൻ നേരെ നമുക്ക് പോത്തിൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. പിന്നെ ഇവിടെ ഫുള്ള് ഗ്രീനറിയാണ്, ഫുള്ള് പച്ചപ്പാണ് ഗൈസ്. ഫുള്ള് പച്ചപ്പാണ്. നമ്മുടെ ചെക്കനോട്ടുണ്ട് ഫുള്ള് പച്ചപ്പിൻ്റെ ഏരിയ, അതായത് പച്ചപ്പിൻ്റെ ഫാം എന്ന് വേണമെങ്കിൽ പറയാം. ഫുൾ പച്ചപ്പാണ് ഗൈസ്. ഫുള്ള് പച്ചപ്പാണ് ഗൈസ്. ഫുള്ള് പച്ചപ്പ്. ഇതാക്കണം ഗൈസ് നമ്മളെ പോത്തൂട്ടൻ. ഇവൻ്റെ പേര്, ഇവനും ഒരു പേര് നിങ്ങൾ ഗസ് ചെയ്യുക കേട്ടോ. ചെക്കൻ അടിപൊളി. അടിപൊളി കണ്ട. മൂക്കരൊക്കെ കണ്ട ചുവന്ന കളറാണ്. അതിന് പറ്റിയ കളറാണ് കണ്ട. അടങ്ങി നിൽക്കട്ടോ. ഞാൻ അപ്പുറത്തോട് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് അവൻ്റെ ശരീരം. അടിപൊളി പോത്ത് അല്ല. പിന്നെ നമ്മുടെ ഇവൻ്റെ വിശേഷം എന്ന് പറയാനാണെങ്കിൽ ചെക്കൻ അടിപൊളിയാണ്. ഇല്ല ഇത് ഗൈസ് ഇവിടെ വേറൊരു സാധനം കൂടി ഉണ്ട്. കാണാൻ പറ്റും എനിക്കറിയില്ല. തേനീച്ചക്കൂടാണ് കണ്ട. തേനീച്ചക്കൂടാണ്. എത്ര വേറെ പ്രശ്നം ഉണ്ടാകത്തില്ല. ഓക്കെ. ഇവിടെ തേനീച്ചപ്പെട്ടി ഉണ്ട്. പിന്നെ ഇവിടെ പോത്ത്. പിന്നെ ഗൈസ് ഇതാണ് കണ്ട. അവിടെ കണ്ട. അവിടെ കണ്ട പൂച്ചസാർ ഇരിക്കുന്നത്. പൂച്ചസാർ എത്ര പൂച്ചസാറുണ്ട്? 2 പൂച്ചസാറും ഒരു തള്ളപ്പൂച്ചയാണ് അവിടെ ഉള്ളത്. ഓക്കെ. ഇതൊക്കെ പിന്നെ ഈ പോത്തിനും പശുവിനും കൊടുക്കാനുള്ള പുല്ലുകളാണ്. ഇവിടെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ വേറൊരു കാഴ്ചയും കൂടി കാണിച്ചു തരാം. വേറെ ഒരാളും കൂടി ഉണ്ട്. ഒന്നല്ല, കുറച്ചും കൂടി പേരുണ്ട്. കാണിച്ചു തരാം. ഇതാണ് ഗൈസ് അവൻ. 2 വട്ടം പറഞ്ഞു തോന്നുന്നു. സോറി, ക്ഷമിക്കുക, സഹിക്കുക, ഒന്നും കൂടി ക്ഷമിക്കുക. അടച്ചക്കൻ അടിപൊളിയല്ലേ. പിന്നെ ഗൈസ് അതിൻ്റെ
പേടിപ്പിക്കില്ലടോ. എൻ്റെ സീനാവൻ്റെ മുതുകേല് കണ്ടോ നിങ്ങൾ? എന്താന്നാവോ എൻ്റെ മുതുകേല് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തുവാന്നൊന്നും അറിയത്തില്ല. നാണ്ട ചാണകട്ട് കണ്ടോ, അത് പേടിയാണ്. ഞാൻ ചാണത്തി ചവിട്ടി അതങ്ങനെ ചുറ്റി മെടഞ്ഞേ നിൽക്കത്തുള്ളൂ. വേണ്ട, ചുറ്റി മെടഞ്ഞേ അവൻ നിൽക്കത്തുള്ളൂ. ഞാൻ എൻ്റെ ഒരു പാച്ചിലുണ്ടാവും. കറക്കം പാച്ചിലാണ്, ആരും പിടിക്കണ്ട. കണ്ടോ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ ഗൈസ്, അവൻ്റെ മുതുകിലൊരു മുഴ. അതെന്താണെന്ന് അറിയാൻ പാടില്ല, എന്തെയോ ഒന്ന് പറ്റിയതാണ്. ഓക്കെ, ഇനി വേറൊരാളും കൊണ്ട് അവനെയും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെയുണ്ട് കുറേ വൈക്കോലുകൾ. ഓക്കെ ഗൈസ്, ആ നേരത്തെ കണ്ട പൂച്ചക്കുട്ടി മാത്രമല്ല, വേറൊരുത്തനോടുണ്ട് ഇവിടെ. കണ്ട, അവനോടുണ്ട്. ഞാൻ വേറൊരു കാഴ്ചയും കൂടെ കാണിച്ചു തരാം. പിന്നെ ഗൈസ്, വേറൊരു കാഴ്ചയുണ്ട്. ഇതൊക്കെ ഏതാ ബ്യൂട്ടി. ഇവിടെ ഒരു വലിയ നികന്ന് കിടക്കുന്ന ഒരു പാടമുണ്ട്. ഞാനും കൂടി കാണിച്ചു തരാം വ്യൂ. അതിനിടയ്ക്ക് ഞാനൊന്ന് ബിജിമിട്ടാണ്. അടിപൊളി. ഇതിൻ്റെ തൊട്ട് കാര്യം ഇവിടെ നിന്നിട്ടൊരു ചെറിയൊരു കൊക്ക പോലെയാണ്. വീണ കയറാൻ അതിക്കൂടെ ചുറ്റി വരണം. നല്ല പറ്റുള്ളൂ. കണ്ട, ഒരു കൊക്ക് സാർ വാഴയിലേൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ അങ്ങ് കണ്ടോ ഗൈസ്, അങ്ങ് ദൂരെ അവിടെ രണ്ട് പോത്തുങ്ങളെ നോക്കുന്നുണ്ട്. രണ്ട് പോത്തിനെ നോക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് വരുത്തുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇവിടെ അത്രേ ഉള്ളൂ. പിന്നെ വേറെ ആളും കൂടി ഉണ്ട് ഇവിടെ. കാണിച്ചു തരാം. ഇതാക്കുന്നു, കാണിച്ചു തരാം. ഇവനും പശുക്കളിൽ മൂന്നാമത്തവനാണ്. ഇനി ഒരാളും കൂടി ഉണ്ട് ഇനി. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ കമൻ്റ് ഇടും, ആ പുല്ലിനെ എന്തിനാ ഒരു ചേട്ടാ വെറുതെ അതിനെ ഇതാക്കിയത് എന്നൊക്കെ കമൻ്റ് ഇടും. അപ്പോൾ നല്ല കുട്ടിയാണ് കേട്ടോ, ഇത് തോന്നുന്നു, അറിയത്തില്ല. നല്ല കുട്ടിയാണ്. ഇത് പശുവാണ്, മൂരിക്കുട്ടിയാണ്. നമ്മൾ നേരത്തെ കണ്ട കുട്ടി മൂരിക്കുട്ടിയാണ്. ഇവന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല, ഒരു ചുവന്ന കളറാണ്. പിന്നെ ഇവിടെയൊക്കെ പാമ്പിൻ്റെ പൊട്ടും നാളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് നടക്കാൻ എന്നോട് ആദ്യമേ പോരും ഇങ്ങോട്ട് എത്തുന്നതിൻ്റെ മുന്നേ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കണ്ണി കണ്ട പൊന്തയും കാട്ടിലൊന്നും ചെല്ലണില്ലേ. കണ്ടോ, ഇപ്പം നന്നായിട്ട് കാണില്ലേ. നിൽക്കടാ, കണ്ടോ, അടിപൊളിയല്ലേ. ചക്ക പോസൊക്കെ ഇട്ടുണ്ട്. ഓക്കെ, ഇനി വേറെ ഒരുത്തനെയും കൂടി കാണിച്ചു തരാം. എവിടെയെന്ന് അറിയില്ല, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, ഇവിടെ ഈറ്റുങ്ങൾക്ക് കൊടുക്കാനൊക്കെ പുല്ല് എവിടുന്നാണെന്ന് ചിലവർ കമൻ്റ് ഇടും. അപ്പം ഞാൻ പറയും, ഒരു വിചാരിക്കും ഞാൻ പാടത്തുനിന്നാണെന്ന്. അല്ല, അതൊക്കെ നെല്ലാണ്. അതല്ല നമ്മൾ കൊടുക്കാറ്. ഉണ്ടോ, തീറ്റപ്പുല്ലിൻ്റെ ഒരു വലിയൊരു തോട്ടം പോലെ തന്നെ ഇവിടെ സ്ഥിതി. അതായത് ഇവിടെ വളർത്തുന്നുണ്ട് ഞങ്ങൾ തന്നെ. അത് ഞങ്ങൾ തന്നെ, വേറെ ആളുടെ സ്ഥലമാണ്, പക്ഷെ അവിടെ ഞങ്ങൾ തന്നെ ചെടി കൃഷി ചെയ്യാണ്. എന്നിട്ടാണ് ഇതാണ് നമ്മൾ പശുക്കൾക്ക് എടുത്തിട്ട് ഇതൊക്കെ വെട്ടിയിട്ടിട്ട് കൊത്തി ഇട്ടിട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ ഗൈസ്, നമ്മളെ പോത്തു സാർ ഇവിടെ കിടന്നിട്ടുണ്ട്. ഇപ്പം ക്ഷീണിച്ചു വന്നു, നിന്ന് ക്ഷീണിച്ചു വന്നു. എൻ്റെ മേത്ത് ഉണ്ടാവും നിറച്ച് കൊതുകുണ്ടാവും. എൻ്റെ കൊതുക് ഒന്നും കാണാണ്ടാവില്ല, എനിക്കറിയാം. ഓക്കെ, പിന്നെ ഈ പോത്തുമുട്ടിനെ എന്തൊക്കെ ഇനി എങ്ങനെയൊക്കെ വളർത്തുന്നതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ, ആ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് നടന്നൊക്കെ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുത്ത് തന്നല്ലേ ഗൈസ്. പ്ലീസ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തു ഗൈസ്, ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ 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 ചെയ്യണേ. കണ്ടോ, അവൻ തന്നെ പറഞ്ഞു ഗൈസ്, തലാട്ടി പറഞ്ഞു. എന്തായാലും ഇനിയിപ്പോൾ ഓനും കൂടി പറഞ്ഞില്ല, അതുകൊണ്ട് ഒന്ന്
Please video like and subscribe. Okay, bye bye.